ഹായ് ഫ്രണ്ട്സ്, മിൻസി വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമുക്കൊരു ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി സപ്പോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, എന്നിട്ട് ടൊമാറ്റോ നല്ല വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ടൊമാറ്റോ എല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്തില്ലെന്ന പോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഈ ടൊമാറ്റോ മൊത്തം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ, ഒരു കളറെല്ലാം കൂടെ അപ്പോഴത്തേക്കും ഒരു സൈഡ് പാകമായി. ഇനി ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുത്ത് ഈ രണ്ട് സൈഡും പാകമായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ പാനിൽ തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ പതുക്കെ വഴറ്റി കൊടുക്കാം കേട്ടോ. അത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സവോളയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഏകദേശം ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ടൊമാറ്റോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാവേ. ഒരു പച്ചമുളകും കൂടി അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതും കൂടെ നല്ലതുപോലെ വഴറ്റിയിട്ട് തിളച്ച വെള്ളമാണ് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ വേണ്ടേ. അവസാനമായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് ഇനി നമുക്കൊരു ജ്യൂസും കൂടെ അടിച്ചെടുക്കാവേ. അപ്പോൾ ജ്യൂസും കൂടെ അടിച്ചിട്ട് നമുക്ക് അത്താഴം കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞോ? എന്നെ കൊണ്ട് വിശേഷം? അപ്പോൾ അതാണ്ട് നമ്മുടെ ചപ്പാത്തിയും പിന്നെ മുട്ട ഓംലേറ്റ് അടിച്ചായിരുന്നു കേട്ടോ. അതും ജ്യൂസും നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ടൊമാറ്റോ കറിയല്ല, ടൊമാറ്റോ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ? അപ്പോൾ സാലഡൊക്കെ ഇച്ചിരി ഉള്ളൂ കേട്ടോ, ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിക്കുവാണേ. ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാകട്ടെ ഈ ടൊമാറ്റോ ഫ്രൈക്ക് കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. എങ്ങനെ എടുത്താലും സൂപ്പറാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യൂ. ബൈ, സീ യു.